എല്ലാവർക്കും നമസ്കാരം. 2025 ജൂൺ 25 മുതൽ 2025 ഓഗസ്റ്റ് 24 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ. ഏതൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിങ് ചെയ്യണം, അതുപോലെ മസ്റ്ററിങ്ങിനായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകേണ്ടത്, അതുപോലെ മസ്റ്ററിങ് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് തന്നെ ചെയ്യണോ, മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് വിരലടയാളമോ അല്ലെങ്കിൽ കണ്ണിൽ ഐറിസോ ഉപയോഗിച്ച് മസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് മസ്റ്ററിങ് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. 2024 ഡിസംബർ 31 വരെ അനുവദിക്കപ്പെട്ട സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളാണ് മസ്റ്ററിങ് നടത്തേണ്ടത്. മസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ബന്ധപ്പെട്ട സർക്കാരിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിനെ അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് മസ്റ്ററിങ് എന്ന് പറയുന്നത്. നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് മസ്റ്ററിങ് നടത്തുന്നത്. മസ്റ്ററിങ് ചെയ്യേണ്ടത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയിട്ടുള്ള പെൻഷനുകളും, അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ, അതായത് കൃഷിഭവൻ മുഖേന ലഭിക്കുന്ന കർഷക പെൻഷൻ, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടി ഹെൽപ്പേഴ്സിനും വർക്കേഴ്സിനുള്ള ക്ഷേമനിധി, റേഷൻ ഡീലേഴ്സിനുള്ള ക്ഷേമനിധി, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേമനിധി ബോർഡുകൾ, അവിടെ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളും മസ്റ്ററിങ് നടത്തണം. മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന വ്യക്തി നിങ്ങളുടെ ആധാർ കാർഡും എടുത്ത് നേരിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോകണം. ഇനി കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ മറ്റേതെങ്കിലും ശാരീരിക അവശതകൾ കാരണം പുറത്തിറങ്ങാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഒരു ഫോം കിട്ടും. ആ ഫോം പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് മസ്റ്ററിങ് നടത്തും. മസ്റ്ററിങ് വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ നൽകേണ്ടതില്ല. എന്നാൽ ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ഇത് സൂക്ഷിച്ചു വയ്ക്കുക. ചില ആളുകൾക്കുള്ള ഒരു സംശയം, പെൻഷൻ വാങ്ങുന്ന ഒരു സ്ഥലത്താണ്, ഇപ്പോൾ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ്, അപ്പോൾ പെൻഷൻ മസ്റ്ററിങ്ങിനായിട്ട് ആ പെൻഷൻ ലഭിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ അക്ഷയയിൽ തന്നെ പോകണം എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ സംസ്ഥാനത്ത് നിന്ന് മസ്റ്ററിങ് സാധ്യമല്ല. പിന്നെ ചില ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, മസ്റ്ററിങ്ങിന് പോയപ്പം ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് വിരലടയാളം എടുത്തു, വേറെ സ്ഥലത്ത് പോയപ്പം കണ്ണുപയോഗിച്ചിട്ടാണ് മസ്റ്ററിങ് ചെയ്തതെന്ന് പറയും. അപ്പം എല്ലായിടത്തും പോയിട്ട് വിരൽ തന്നെ വെക്കണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വിരലടയാളം, അതല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലെ ഐറിസ് ഉപയോഗിച്ചുകൊണ്ടാണ് മസ്റ്ററിങ് നടത്തുക. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മസ്റ്ററിങ് ചെയ്താൽ മതി. അതുപോലെ മസ്റ്ററിങ്ങിന് പോയിട്ട് വിരലടയാളം ഉപയോഗിച്ചിട്ടും കണ്ണുപയോഗിച്ചിട്ടും ഒന്നും മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ നിന്നൊരു ഫെയിൽ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റും അക്ഷയം തന്നെ ഒരു ലൈവ് സർട്ടിഫിക്കറ്റും തരും. ഈ ലൈവ് സർട്ടിഫിക്കറ്റ് ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ രണ്ട് ഫോമും നിങ്ങൾ ഏത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലാണ് പെൻഷൻ കൈപ്പറ്റുന്നത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതുപോലെ തന്നെയാണ് 5 വയസ്സിൽ താഴെ പ്രായമുള്ള വികലാംഗ പെൻഷനൊക്കെ കൈപ്പറ്റുന്ന കുട്ടികളുടെ കാര്യവും. അവരും ഇതുപോലെ തന്നെ ഈ ഒരു ലൈവ് സർട്ടിഫിക്കറ്റ് ഗസറ്റ് ഓഫീസിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി അത് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിങ് സാധ്യമല്ല എന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുക്കണം. പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മസ്റ്ററിങ്ങിന് 2025 ഓഗസ്റ്റ് 24 വരെ സമയമുണ്ട്. അപ്പോൾ തിരക്ക് കൂട്ടേണ്ട, ഏകദേശം 60 ദിവസത്തോളം സമയമുണ്ട്. സാവധാനം ചെയ്താൽ മതി. ഈ ഓഗസ്റ്റ് 24 കഴിഞ്ഞിട്ട് നിങ്ങൾ മസ്റ്ററിങ് ചെയ്തില്ലെങ്കിൽ മാത്രമേ പെൻഷൻ മുടങ്ങുള്ളൂ. അതല്ലാതെ ഇനി വരുന്ന ഗഡുവൊന്നും മുടങ്ങൂല. അപ്പോൾ ഓഗസ്റ്റ് 24 മാത്രം മസ്റ്ററിങ് തീർക്കേണ്ടതുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിങ് നടക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ്. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോയി മസ്റ്ററിങ് നടത്തണം. അതല്ലാതെ PF പെൻഷൻ ഗുണഭോക്താക്കളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പെൻഷൻ വാങ്ങുന്ന ആളുകളും ഒക്കെ ചെയ്യുന്ന ജീവൻ പ്രമാൺ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതുവഴി ഒരു കാരണവശാലും മസ്റ്ററിങ് നടത്തരുത്. ഈ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സംവിധാനം ജീവൻ രേഖ എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് അക്ഷയ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ചെയ്യാനുള്ള അനുമതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളല്ലാത്ത മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ പോയാൽ നിങ്ങളുടെ വിരലടയാളോ അല്ലെങ്കിൽ കണ്ണിൽ ഐറിസോ ഉപയോഗിച്ച് മസ്റ്ററിങ് നടത്തും. പക്ഷേ അത് ഒരു കാരണവശാലും ഈ ഒരു മസ്റ്ററിങ് ആയിട്ട് വരില്ല. എന്നുവെച്ചാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ മുടങ്ങുന്നതിന് കാരണമാവും. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളെ മാത്രം ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് സമീപിക്കുക. അപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.